ഗൈസ്, നമ്മളിപ്പോൾ പറൂര് വന്നിരിക്കുകയാണ് ലാഫെൻറ്റ സലൂണല്ല ബ്യൂട്ടി പാർലർ. അവിടെ വെജ് പീൽ ചെയ്യാനായിട്ട് വന്നാക്കേണ്ട. അപ്പോൾ ഗൈസ്, നമ്മൾ വെജ് പീലൊക്കെ ചെയ്തിട്ടുണ്ട്. പെട്ടെന്നൊന്നും അറിയില്ല എനിക്ക്. ഇനി ഫേഷ്യൽ ചെയ്യണ്ട, ഇത് തന്നെ ഒന്ന് രണ്ട് പ്രാവശ്യം കൂടി ചെയ്താൽ മതി എന്ന് പറഞ്ഞത്. ചെയ്തതിൻ്റെ സാധനമൊക്കെ കിട്ടും. ഓക്കെ, ഇനി നമുക്ക് നേരെ മാക്സിലോട്ട് പോവാം. അവിടെ നിന്ന് ഡ്രസ്സ് എടുക്കാനുണ്ട്. ഇനി അവിടെ ചെന്നിട്ടാണ്. നമ്മളിവിടെ ഒരു ഡ്രസ്സ് നോക്കി വെച്ചിട്ടുണ്ട്. വേറെയും കൂടി നോക്കിയിട്ട് നല്ലത് കിട്ടിയില്ലെങ്കിൽ ഇത് തന്നെ എടുക്കാമെന്നുള്ള രീതിക്കാണ്. നമുക്കിവിടെ ട്രെൻഡ്സിലും കൂടി ഒന്ന് പോയി നോക്കാം. ട്രെൻഡ്സിലും ഞാൻ ഉദ്ദേശിച്ച മോഡലുള്ള ഡ്രസ്സസ് ഒന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ. അപ്പോൾ എന്തായാലും ഞാൻ വിചാരിച്ചു ഉച്ചയ്ക്ക് ശേഷം കൊടുങ്ങല്ലൂർ പോകുന്നുണ്ട് അച്ഛൻ്റെ അമ്മയുടെ ഒപ്പം. അപ്പോൾ പിന്നെ കൊടുങ്ങല്ലൂരും കൂടി ഒന്ന് നോക്കാമെന്ന് വിചാരിച്ചു. അവിടെയും മാക്സും ട്രെൻഡ്സൊക്കെ ഉണ്ടല്ലോ, അവിടെയും കൂടി ഒന്ന് നോക്കാമെന്ന് വിചാരിച്ചിട്ട് അപ്പോൾ ഞാനും തക്കും അപ്പോൾ വീട്ടിലേക്ക് പോരേണ്. വരുന്ന വഴി ചെറുതായിട്ട് സ്നാക്സൊക്കെ കഴിച്ചായിരുന്നു കേട്ടോ, ഒരു ബേക്കറി കയറിയിട്ട്. അപ്പോൾ ഗൈസ്, ഞങ്ങൾ കൊടുങ്ങല്ലൂർക്ക് പോയാണ്. ഫസ്റ്റ് തന്നെ ലക്ഷ്മി ജ്വല്ലേഴ്സിലേക്കാണ് പോകുന്നത്. അവിടെ നിന്ന് കുറച്ച് സാധനങ്ങളൊക്കെ മാറി മേടിക്കാനായിട്ടുണ്ടായിരുന്നു. അതിനുശേഷം ഡ്രസ്സ് എടുക്കാനായിട്ട് മാക്സിലോ ട്രെൻഡ്സിലോ പോകാമെന്നാണ് വിചാരിക്കുന്നത് കേട്ടോ. ഞങ്ങളപ്പോൾ ലക്ഷ്മി ജ്വല്ലേഴ്സിൽ ഷോപ്പിംഗ് കഴിഞ്ഞിട്ട് താലപ്പൊലിക്കാവിലൂടെയാണ് കേട്ടോ അപ്പുറത്തെ സൈഡിലുള്ള ഷോപ്സിലേക്ക് പോയത്. സൺഡേ ആയതുകൊണ്ടും താലപ്പൊലിയുടെ ലാസ്റ്റ് ഡേ ആയതുകൊണ്ടും അത്യാവശ്യം തിരക്കുണ്ടായിരുന്നു കേട്ടോ കാവിൽ. ഞങ്ങളപ്പോൾ ആ തിരക്കിൻ്റെ ഇടയിൽ കൂടി ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ചില ഷോപ്സിലൊക്കെ കയറി നോക്കി, ആ ബാഗിൻ്റെ ഷോപ്പിലൊക്കെ കയറി നോക്കി. പൈസയൊക്കെ കുറവായിരുന്നു, 200 രൂപയൊക്കെ ഉണ്ടായിരുന്നുള്ളൂ. പക്ഷേ പെട്ടെന്ന് പൊട്ടിപ്പോകുന്ന ടൈപ്പായിരുന്നു കേട്ടോ. ഇപ്പോൾ കൊടുങ്ങല്ലൂരും 1-2 ഷോപ്സിൽ കയറിയിട്ടും ഞാൻ ഉദ്ദേശിച്ച ടൈപ്പുള്ള ഡ്രസ്സൊന്നും കിട്ടിയില്ലായിരുന്നു കേട്ടോ. അപ്പോൾ പിന്നെ കുറച്ച് 1-2 ചുരിദാറും അച്ഛനൊരു ഷർട്ടൊക്കെ മേടിച്ചിട്ട് ഞങ്ങൾ തിരിച്ചു പോരുകയാണ് ചെയ്തത്. വൈകുന്നേരം ആയതുകൊണ്ട് തന്നെ ഭയങ്കര തിരക്കായിരുന്നു. ഞങ്ങൾ ഏകദേശം ഒരു മണിക്കൂറോളം ട്രാഫിക്കിൽ കിടക്കേണ്ടി വന്നു കേട്ടോ. അപ്പോൾ ഞങ്ങൾ ഒരു മസാല ദോശയൊക്കെ കഴിച്ചിട്ടാണ് വീട്ടിലേക്ക് തിരിച്ചു പോയത്. കൊടുങ്ങല്ലൂർ അമ്പലത്തിൻ്റെ ഫ്രണ്ടിലുള്ള തിരക്കാണ് ടീ കാണുന്നത്. റോട്ടിൽ ഇതുപോലെ തന്നെ തിരക്കായിരുന്നു. ബസ്സിനൊന്നും നീങ്ങാനേ പറ്റുന്നുണ്ടായിരുന്നില്ല കേട്ടോ. ഞങ്ങൾക്ക് ഭാഗ്യത്തിന് ബസ്സിൽ ഇരിക്കാൻ സ്ഥലം കിട്ടിയതുകൊണ്ട് കുഴപ്പമില്ലായിരുന്നു. ഭയങ്കര ഒരു സഫോക്കേഷനായിരുന്നു കേട്ടോ ബസ്സിൽ. ഇത് നെക്സ്റ്റ് ഒരു ദിവസത്തെ വീഡിയോ ഉണ്ട്. ഞങ്ങളപ്പോൾ കടവന്ത്രയിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. അരുണിമ എൻ്റെ ഒപ്പം ഉണ്ട്, ഞങ്ങളുടെ സീനിയറാണ്. പഴയ ഓഷിലെ വീഡിയോ ഒക്കെ എടുത്ത അരുണിമ അതിലുണ്ടാവും. ഹായ് ഗൈസ്, നമ്മളിപ്പോൾ സൈൻ ലബാനിൽ വന്നിരിക്കുകയാണ്. അയ്യോ, നമ്മളിപ്പോൾ ഇടപ്പള്ളി സൈൻ ലബാനിലാണ്. മണി ഇപ്പോൾ 12:15. നമുക്ക് എന്തായാലും അവിടെ പോയി എന്തെങ്കിലും കഴിച്ചിട്ട് വരാം. ഓക്കെ, ബൈ. Holding fire in her hands, she starts to dance. Oh, mystical, magical, beautiful queen of the night. Ooh, Shiva by her side. I know that's right. Look at her, make way, tear up, don't play, cut it off.
ഞാൻ എടുത്തത് നെക്സ്റ്റ് ഡേ മോർണിംഗിലെ കുറച്ച് വീഡിയോസാണ്. ഇന്ന് നമ്മുടെ ലഞ്ച് വീട്ടിൽ തന്നെ ഉണ്ടാക്കാനാണ് കേട്ടോ പ്ലാൻ. അപ്പോൾ പ്രണവ് രാവിലെ തന്നെ ബീഫും മീനൊക്കെ ആയിട്ട് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇന്നത്തെ സ്പെഷ്യൽ ബീഫും മീൻ കറിയുമാണ്. ബീഫ് ഒലത്തും മീൻ കറിയുമാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള ബാക്കി സാധനങ്ങൾ മേടിക്കാനായിട്ട് സിലിക്കോണിലേക്ക് പോയാണ്. ഇത് കടവന്ത്രയിലെ സിലിക്കോണാണ് കേട്ടോ. അപ്പോൾ അവിടെ നിന്ന് അത്യാവശ്യം സവാള, ഇഞ്ചി, പച്ചമുളക് അങ്ങനത്തെ കുറച്ച് സാധനങ്ങളൊക്കെ മേടിക്കാൻ വേണ്ടിയിട്ടാണ് കയറിയത്. പിന്നെ ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ അവിടെ നിന്നൊരു ബൂസ്റ്റും പിന്നെ പപ്സും ആണ് കേട്ടോ കഴിച്ചത്. ഹായ് ഗൈസ്, നമ്മളിപ്പോൾ ലുലുവിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് ഡ്രസ് എടുക്കാൻ വേണ്ടിയിട്ട്. നമുക്ക് ലുലുവിൽ എത്തിയിട്ട് കാണാം. ബൈ ഗൈസ്. ഇങ്ങനെ ഒരു ഇല്ല, അത് കടന്നോളും തോളയില്. ഇതിന് എത്രയുണ്ടെന്ന് അറിയാം. എത്രയുണ്ട്? 1790 രൂപ. 1990. 1600. 1690. കിട്ടിണോ? കാർത്തിക് എന്ത് ഗുണ്ടായിസം കാണിക്കുന്നേ? നമ്മൾ ഫൈനലി ഡ്രസ് ഫിക്സ് ചെയ്തിരിക്കുന്നു. അതെ, we have got it. Yeah, we have bought it. We have bought the outfits. We have Alan Solly standing right next. നിന്നെ കിട്ടി ഇങ്ങനെയാ Alan Solly. ഞങ്ങളപ്പോൾ ഷോപ്പിംഗ് ഒക്കെ കഴിഞ്ഞ് വന്നിട്ട് പിന്നെ എല്ലാവരും കൂടിയിട്ട് നമ്മൾ ഫോർട്ട് കൊച്ചി ബീച്ചിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഹായ് ഗൈസ്, ഹലോ, ഹായ് ഗൈസ്. ഒരെണ്ണം മിസ്സിംഗ് ആണ്. ക്യാമറ തുടച്ചിട്ടുണ്ട്. Sunrise up, then she taking it down.
നമ്മളിപ്പോൾ ഫോർട്ട് കൊച്ചിയിലൊക്കെ പോയി വന്നിട്ട് കടവന്ത്ര കഫേയിൽ നിന്ന് ഒരു ചായയൊക്കെ കുടിച്ചിട്ട് അന്ന് വീട്ടിലേക്ക് തിരിച്ചു പോയിട്ടോ. അപ്പോൾ ഇത്രയൊക്കെ ഉണ്ടായിരുന്നുള്ളൂ അന്നത്തെ വീഡിയോ. പിന്നെ നെക്സ്റ്റ് ക്ലിപ്സ് എന്ന് വെച്ചാൽ നെക്സ്റ്റ് ഡേ ഞങ്ങൾ കുറച്ച് ഷോപ്പിങ്ങിനും കൂടി പോയിട്ടുണ്ടായിരുന്നു. കടവന്ത്രയിൽ തന്നെയുള്ള സ്റ്റുഡിയോയിലായിരുന്നു കേട്ടോ പോയിരുന്നത്. അവിടെ നിന്ന് കുറച്ച് സാധനങ്ങൾ മേടിക്കാനുണ്ടായിരുന്നു, നെയിൽ പോളിഷ്, പിന്നെ ഓർണമെൻറ്റ്സ് ഒക്കെ നോക്കണമായിരുന്നു. പക്ഷെ അവിടെ നിന്ന് പറ്റിയ ഓർണമെൻറ്റ്സ് ഒന്നും കിട്ടിയില്ല. പിന്നെ ഒരു ഫ്രോക്ക് മേടിച്ചായിരുന്നു സേവ് ദ ഡേറ്റിൻ്റെ ഷൂട്ടിന് വേണ്ടിയിട്ട് തന്നെ. ഞങ്ങളപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ടുണ്ടായിരുന്നില്ല. സിലിക്കോണിൽ നിന്ന് തന്നെ പപ്സും പിന്നെ ഏലാഞ്ചി എന്ന് പറഞ്ഞ ഈ ഒരു സാധനമൊക്കെ മേടിച്ച് കഴിച്ച് ഒരു ബൂസ്റ്റൊക്കെ കഴിച്ചിട്ടാണ് നേരെ സ്റ്റുഡിയോയിലേക്ക് പോയത് കേട്ടോ. സ്റ്റുഡിയോയിലെ ഷോപ്പിംഗ് കഴിഞ്ഞിട്ട് ഞങ്ങൾ ഗുഡ് വില്ലിലേക്കാണ് പോയത്. കുറച്ച് ഓർണമെൻറ്റ്സ് ഒക്കെ നോക്കാനുണ്ടായിരുന്നു. സേവ് ദ ഡേറ്റിൻ്റെ തന്നെ ഷൂട്ടിന് വേണ്ടി ആ ഡ്രസ്സിന് പറ്റിയ മാല, പിന്നെ കയ്യിലിടാൻ പറ്റിയ എന്തെങ്കിലും അക്സസറീസും കാര്യങ്ങളും നോക്കാൻ വേണ്ടിയിട്ടാണ് പോയത്. അങ്ങനെ അവിടെ നിന്ന് 2-3 സാധനങ്ങളൊക്കെ മേടിച്ചു. അതിനുശേഷം ഞങ്ങൾ GHൻ്റെ അടുത്തുള്ള ഈ ഒരു ഷോപ്പിലേക്ക് വന്നിരിക്കുകയാണ്. നമ്മൾ സ്ഥിരം നാരങ്ങ വെള്ളം, മീറ്റ് റോളൊക്കെ കഴിക്കുന്നൊരു ഷോപ്പാണ് കേട്ടോ. അപ്പോൾ അവിടെ നിന്നൊരു സർബത്തൊക്കെ കുടിച്ചിട്ട് നേരെ ബെസ്റ്റ് ബേക്കേഴ്സിലാണ് പോയത്. അവിടെ നിന്ന് വീണ്ടും ഞങ്ങൾ പപ്സാണ് കേട്ടോ കഴിച്ചത്. പപ്സും സാൻഡ്വിച്ചും ഒക്കെയാണ് കഴിച്ചത്. അപ്പോൾ രാവിലെയും ഉച്ചയ്ക്കും വൈകിട്ടൊക്കെ ഇന്ന് ഇങ്ങനത്തെ ലൈറ്റ് ഫുഡാണ് കേട്ടോ കഴിച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ ഉച്ചയ്ക്കും കാര്യമായിട്ട് അങ്ങനെയൊന്നും കഴിക്കാതിരുന്നുകൊണ്ട് വൈകുന്നേരം ഒരു 5:30-6 മണിയൊക്കെ ആയപ്പോഴേക്കും എനിക്ക് വിശപ്പായിട്ടോ. അപ്പോൾ ഇതും ഞങ്ങൾ സ്ഥിരം പോകുന്നൊരു ഷോപ്പാണ്, ചാർക്കോൾ ഷാക്ക് എന്നാണ് കേട്ടോ ഈ ഷോപ്പിൻ്റെ പേര്. അപ്പോൾ അവിടെ നിന്ന് ഇങ്ങനൊരു ബൺ, എന്തോ മൊറോക്കൻ ബണ്ണോ അങ്ങനെ ഒരു സാധനം കൂടി മേടിച്ചിട്ടാ. ഞങ്ങൾ ഫുഡ് കഴിക്കാൻ വന്നിരിക്കുകയാണ് ഗൈസ്. കായലിലാണ് നമ്മൾ ഫുഡ് കഴിക്കാനായിട്ട് വന്നിരിക്കുന്നത്. ഇത് നെക്സ്റ്റ് ഡേ മോർണിംഗിലത്തെ വീഡിയോ ആണ് കേട്ടോ. ഞങ്ങളുടെ അപ്പോൾ സേവ് ദ ഡേറ്റ് ഫോട്ടോഷൂട്ട് അന്നായിരുന്നു നടന്നത്. ഫോർട്ട് കൊച്ചിയിൽ വെച്ചായിരുന്നു കേട്ടോ. അപ്പം അന്ന് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വേണ്ടി ഞങ്ങൾ ഇവിടെ ബാലൻചേട്ടൻ്റെ കടയിലായിരുന്നു കയറിയിരുന്നത്. അപ്പോൾ അവിടെ മട്ടൻ ചാപ്സ് കഴിക്കാനാണ് ഞങ്ങൾ പോയത്. പക്ഷേ അതുണ്ടായിരുന്നില്ല കേട്ടോ, ഭയങ്കര തിരക്കായിരുന്നു. അപ്പോൾ അത് രാവിലെ തന്നെ തീർന്നു. അതുകൊണ്ട് അവിടെ നിന്നൊരു പൊറോട്ടയും ബീഫ് കറിയുമാണ് അന്ന് കഴിച്ചത് കേട്ടോ. എന്താ പറയുന്നില്ലേ? നമ്മളിപ്പോൾ ബൺബോയുടെ ഫ്രണ്ടിലാണ് നിൽക്കുന്നത്. അവിടെ നിന്ന് എന്തോ സ്പെഷ്യൽ സാധനമൊക്കെ എനിക്കറിയില്ല. അതൊക്കെ നമുക്ക്